റാം നാരായൺ റാം. ആ വീട്ടിൽ 40 മുറികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു ജോലി ചെയ്യ്, ദീപം എടുത്തു വീട്ടിൽ എത്ര മുറികളുണ്ടെന്ന് നോക്ക്. 2 മുറികൾ കടന്നതിനു ശേഷം അവൻ 2 കാൽ കണ്ടു, പക്ഷേ ഒരു മനുഷ്യനെയും കാണാനായില്ല. അവൻ വന്ന് പറഞ്ഞു, ഗോസായി, പുതിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു വൃദ്ധ സ്ത്രീ വത്തിക്കൊണ്ട് വത്തിയുണ്ടാക്കുകയാണ്. അവളുടെ കാലുകൾ കുറച്ചു നീളമുള്ളതാണെന്ന് ആദ്യം അവൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ അല്പം പിടിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗോസായി, ഞാൻ അതിൽ നിന്നും ദൂരത്ത് നിന്നായിരുന്നു. അവളുടെ കാലുകൾ വളരെ നീളമുള്ളതായിരുന്നെന്ന് അവിടെയാണ് മനസ്സിലായത്. അവന് തലകറക്കം തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ എന്തോ കുഴപ്പം സംഭവിക്കുന്നുണ്ട്, ഇത് നേരായ കാര്യമല്ല. അവനും സമ്മതിച്ചു, അവസ്ഥ നേരിയതല്ല. അവൻ ചോദിച്ചു, ഗോസായി, നിങ്ങൾ എൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, എല്ലാം നിങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. വീട്ടിനകത്ത് പലതരത്തിലുള്ള മൃഗങ്ങളുടെ കൊമ്പുകൾ ഉണ്ടായിരുന്നു. കൊമ്പുകൾ തക്ക് തക്ക് എന്നു ശബ്ദിച്ചു തുടങ്ങി. അവൻ്റെ നില കൊള്ളാവുന്നതല്ലെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഹരിദാസിനെ വിളിച്ചു. എല്ലാരെയും വിളിച്ച് വാതിലിൻ്റെ തട്ടിലേറി തുറന്നു. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ മനുഷ്യരുടെ ജീവൻ കൊണ്ടുപോകാനുള്ള ഒരുക്കം നടത്തിയിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ തന്നെ നൂറ്റാണ്ടുകളായി നടക്കുകയാണ്. അതിനാൽ ഇവിടെ വരുന്നവർക്കെല്ലാം ഈ സെയിം മുറിയാണ് നൽകുന്നത്. നിങ്ങൾ വന്നതുകൊണ്ടാണ് ഈ മുറിയും ലഭിച്ചത്. ഇതേ വൃദ്ധയാണ് പശുക്കളെ കൊന്നതും 16 ഫകീർമാരെ കൊന്നതും. ഇതിൽ കൂടി എന്തെങ്കിലും പറയാൻ തുടങ്ങിയിരുന്നു. നോക്കൂ, ഈ മുറിയിലാണ് അവരെ സൂക്ഷിച്ചിരിക്കുന്നത്. സൂക്ഷിക്കുക, എപ്പോൾ എന്തു വരും എന്നറിയില്ല. അവൻ എന്നോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇനി ഒന്നുമില്ല. ഇവരൊക്കെ ഒരു വിധത്തിൽ വിദേഹികളാണ്. ദേഹത്തെ വിട്ടുകഴിഞ്ഞ ആത്മാക്കൾ